ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് അടുക്കളത്തോട്ടം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നതാണ്. ഞങ്ങളുടെ അടുക്കളത്തോട്ടത്തിൽ മുളക് ചെടിയുണ്ട്, പയറ് ചെടിയുണ്ട്, മത്തൻ ചെടിയുണ്ട്, വാവല് ചെടിയുണ്ട്. ദേവുട്ടം പറഞ്ഞ ഈ ചെടികളൊക്കെ നമ്മുടെ അടുക്കളത്തോട്ടത്തിലുണ്ടെങ്കിലും എല്ലാത്തിലും ഒന്നും ഉണ്ടായി തുടങ്ങിയിട്ടില്ല. ഈ കാണുന്നതാണ് മത്തച്ചെടി കേട്ടോ. അതവൻ മത്തനും ഉണ്ടെന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ കിളിർത്ത് നിൽക്കുന്നത് മഞ്ഞമുളകിൻ്റെയാണ്. പച്ചമുളകിൻ്റെ തന്നെ ആ ഒരു മഞ്ഞ കളറിലെ അതിൻ്റെ കുറച്ച് തൈ നമുക്ക് കിളിർത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഈ കാണുന്ന മുളകില്ലേ, ഉണ്ടമുളക്, അതിൽ ഇതുവരെ ആയിട്ടില്ല. ഇപ്പോൾ കുഞ്ഞി മുട്ടകളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭയങ്കര എരിവാണ് ആ മുളകിന്. പക്ഷേ കറിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ പച്ചമുളക് ചെടിയിൽ നിന്ന് നമുക്ക് ഒരുപാട് പച്ചമുളക് കിട്ടിയിട്ടുണ്ട്. വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ പച്ചമുളകിൽ ഇത് ഇങ്ങനെ ഈ വെളുത്ത് എന്തോ പ്രാണിയുടെ മുട്ടയാന്ന് തോന്നുന്നു, അതിങ്ങനെ ഈ പച്ചമുളകിൽ വല്ലാണ്ട് വരുന്നുണ്ടേ. അപ്പോൾ അത് നമ്മൾ നോക്കിയപ്പോൾ എന്തോ മീലി മുട്ടയെന്നോ അങ്ങനെ എന്തോ ആണ് ഇത് കണ്ടത്. അപ്പോൾ ഇതിന് ചെയ്യാനുള്ള കുറച്ച് വിനാഗിരിയും ഹാൻഡ് വാഷും അങ്ങനെയൊക്കെ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്യുക, വേറെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. സ്പ്രേ ചെയ്യുവാണ്, അതൊക്കെ പോയി കിട്ടുന്നുണ്ട്. പിന്നെ അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമെന്ന് പറയുന്നത് അങ്ങനെയുള്ള ആ ഭാഗങ്ങൾ ആ ചെടിയിൽ തന്നെ നിർത്താതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന്. അപ്പം ഞാൻ ആ മുളകിൽ അത് ബാധിച്ചിട്ടുള്ളതുകൊണ്ട് ആ മുളകിനെ എടുത്ത് മാറ്റുന്നുണ്ട്. പിന്നെ ഇലകളിലോ തണ്ടിലോ ഒക്കെ ഏതെങ്കിലും ഭാഗത്ത് ഇതുപോലെ വെളുത്ത പൂപ്പൽ പോലെ ഉണ്ടെങ്കിൽ അതും നമ്മൾ നീക്കം ചെയ്യുമായിരിക്കും ഏറ്റവും നല്ലത്. ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണം. അത്യാവശ്യം നല്ല വിളവ് കിട്ടി. പിന്നെ ഈ ചെടിക്ക് ഭാരക്കൂടുതൽ അങ്ങനെ നമുക്ക് തോന്നുമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ പഴുത്ത ഇലകൾ വരുമ്പം അതങ്ങ് മാറ്റിക്കളയുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ.